പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ പൂണ്ട് വിളയാട്ടം. ഇത്തവണ അജ്ഞാതൻ കാലപുരിയിലേക്ക് അയച്ചത് ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അബു സൈഫുള്ള നിസാമാനിയെയാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയാണ് ഭീകരന്റെ ഖബറടക്കാൻ അജ്ഞാതർ തിരഞ്ഞെടുത്തത്. അതേസമയം കാലപുരിയിലേക്ക് യാത്ര പോയിരിക്കുന്ന അബു സൈഫുള്ള ചില്ലറക്കാരനല്ല. 2001 CRPF ക്യാമ്പ് ആക്രമണവും 2008 RSS ആസ്ഥാന ആക്രമണവും ബംഗളൂരു സ്ഫോടനം എന്നിങ്ങനെ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കുള്ള തീവ്രവാദിയാണ് കൊല്ലപ്പെട്ട സൈഫുള്ള. ഒപ്പം 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലും ഇയാൾ പ്രതിയാണ്. കൂടാതെ ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അതിന്റെ രാഷ്ട്രീയ മുന്നണിയായ JUDക്കും വേണ്ടി തീവ്രവാദവൽക്കരണത്തിനും ധനസമാഹരണത്തിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നത് സൈഫുള്ളയായിരുന്നു. നേപ്പാൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന് സൗകര്യമൊരുക്കുന്ന ഒരു പ്രധാന LET മൊഡ്യൂൾ നേപ്പാളിൽ സൈഫുള്ള പ്രവർത്തിച്ചിരുന്നു. വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയവെയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ലഷ്കറിനായി ഫണ്ട് സ്വരൂപിക്കുന്ന ഭീകരനായ ഇയാൾക്ക് ലഷ്കർ-ഇ-തോയ്ബയുടെ സഹസ്ഥാപകൻ ഹാഫിസ് സയ്യൂദുമായും ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള നല്ലവനായ ഉണ്ണിയാണ് ഇപ്പോൾ അജ്ഞാതൻ കാലപുരിയിലേക്ക് അയച്ചിരിക്കുന്നതും.